ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ എന്നെയും ദുവിയും കുത്തിപ്പൊക്കി അച്ഛൻ ഹൈക്കിങ്ങിന് കൊണ്ടുപോവുക. ദുവിക്ക് ഹൈക്കിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്കൊരു കോൾഡ് പിടിച്ച് എൻ്റെ ശബ്ദമെല്ലാം പോയിരിക്കുവാണ്. ആ സമയത്ത് ഒരാൾ ഹൈക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞു വിളിച്ചത്. വരുന്നില്ല എന്ന് ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി. അപ്പോൾ എനിക്ക് കോഫി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എന്നെ കൊണ്ട് പോവുക. ഈ കാട്ടുമുക്കിൽ ആര് കോഫി കട തുറന്നു വയ്ക്കാൻ എനിക്കറിയത്തില്ല. കോഫി ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീറ്റ് വലിച്ചു കെട്ടി ഏതെങ്കിലും ഒരു കട മേളിൽ കാണാം, അവിടെ കൊണ്ടുപോയി എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. 5 കിലോമീറ്റർ നടന്ന് മുകളിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ മുകളിലൊരു റിസോർട്ട്. ഞാനിങ്ങനെ ഒരു റിസോർട്ട് ഇവിടെ ഉള്ളതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാതെ വല്ല ടാർപ്പായും വലിച്ചു കെട്ടിയ കോഫി കടയായിരിക്കും എന്ന് കരുതിയിട്ടാണ് കൂടെ വന്ന്. ഈ കാട്ടുമുക്കിലൊക്കെ റിസോർട്ട് കൊണ്ടുവച്ച് ഇതിനകത്തിൽ ആര് വന്ന് താമസിക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന റിസോർട്ടിൻ്റെ കൂടെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റ് കണ്ടാൽ ശരിക്കും എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത് റെസ്റ്റോറൻ്റ് ആണോ അതോ ആർട്ട് ഗാലറി ആണോ എന്നുള്ള സംശയം ഇവിടെ വരുന്ന ആർക്കാണെങ്കിലും തോന്നിപ്പോകും. ഈ റിസോർട്ടിൻ്റെ പേര് എംപയർ വില്ല എന്നാണ്. ഒരു റിസോർട്ട് തുടങ്ങാൻ വേണ്ടി കളക്ട് ചെയ്ത ആർട്ട് വർക്ക്സ് ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ഫോട്ടോസൊക്കെ 1970 ഉള്ളതാണ്. പിനാങ്ക് ബ്രിട്ടീഷ് കോളനി ആയിരുന്നപ്പോൾ ക്വീൻ എലിസബത്ത് പിനാങ്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള ഫോട്ടോസ് വരെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ റിസോർട്ടിനെ പറ്റി കൂടുതൽ റിസർച്ച് നടത്തി നോക്കിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് കൊറോണയ്ക്ക് മുമ്പ് ഒരുപാട് ഗസ്റ്റ് വന്നിരുന്ന ഒരു ട്രഡീഷണൽ മലൈ ചൈനീസ് റിസോർട്ടായിരുന്നു ഇത്. കൊറോണ വന്ന് മലേഷ്യ 2 വർഷം ബൗണ്ടറി ഷട്ട് ഡൗൺ ചെയ്ത് കൊണ്ടും പലതവണ വന്ന MCO അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കൊണ്ടും ഈ റിസോർട്ട് ഒരു നിർജീവാവസ്ഥയിലേക്ക് എത്തി. ഇപ്പം വീണ്ടും അവർ അതിനെ പഴയ പ്രൗഢിയിലോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. റിസോർട്ട് ബുക്കിംഗ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
വേറെ എവിടുന്നോ കൊണ്ടുവന്ന് റീഅസംബിൾ ചെയ്ത മലൈ വീടുകളാണ് കോട്ടേജസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മലൈ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് തൂണിൽ പൊക്കി നിർത്തിയ അവസ്ഥയിലാണ് അവർ പണിയുന്നത്. മലേഷ്യയിൽ പണ്ടും ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതുകൊണ്ടും പിന്നെ പണ്ടൊക്കെ മുഴുവൻ കാടും ഒക്കെ ആണല്ലോ. അപ്പോൾ വൈൽഡ് ആനിമൽസിൻ്റെയും ഇൻസെക്ട്സിൻ്റെയും ഒക്കെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ തൂണി പൊക്കിയ രീതിയിൽ വീട് പണിഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീടുകളൊക്കെ തടിയിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ 2 വർഷം ഇത് അടച്ചിട്ടപ്പോൾ അത് ജീർണിക്കാൻ തുടങ്ങി കാണും, സ്വാഭാവികം. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഹൂനും മീഹൂനും ആണ്. രണ്ടും ന്യൂഡിൽസിൻ്റെ വെറൈറ്റീസാണ്. ബീഹൂൻ എന്ന് പറയുന്നത് നമ്മുടെ സേമിയയില്ലേ അത് വെച്ചുണ്ടാക്കുന്ന നൂഡിൽസാണ്. സേമിയ തന്നെ അത് ഫ്രൈ ചെയ്ത് അതിനകത്ത് വേറെ സീ ഫുഡും ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. മീഹൂൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ നൂഡിൽസിൻ്റെ പോലെ കട്ടിയുള്ള നൂഡിൽസാണ്. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ പിന്നെ കോഫിയൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. കിളിയുടെ കരച്ചിലും ഒക്കെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. കൂല് കൂന്നും ഒക്കെ കേൾക്കായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. 5 കിലോമീറ്ററിനപ്പുറത്തെ വണ്ടി, അതിനുള്ളിൽ ആൾക്കാരും ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസി ലൈഫുണ്ട്. ഈ മല ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളും അതിനകത്തിലേക്ക് ചേരുകയാണ്. ഇത് സ്റ്റാർ ഫ്രൂട്ട് വീണ് കിടക്കുന്നുണ്ടോ? സ്റ്റാർ ഫ്രൂട്ട് തറയിലൊക്കെ വീണ് എടുക്കണ്ട, ചതഞ്ഞ് വീണ് കിടക്കുക. അതെല്ലാം സ്റ്റാർ ഫ്രൂട്ട് വീണ് കിടക്കും. അല്ലല്ല, കയറാൻ പറ്റത്തില്ല അങ്ങോട്ട് സ്വിമ്മിംഗ് പൂളിലോട്ട്. കൊള്ളത്തില്ല മോനെ അത്. എംപയർ വില്ല റിസോർട്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു പെട്ടെന്ന് തന്നെ വരട്ടെ എന്നും ലോകത്തുള്ള പല ആൾക്കാർക്കും ഇവിടെ വന്ന് ഈ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എംപയർ വില്ല റിസോർട്ട് മാത്രമല്ല, കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ജീവൻ പോയി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ റിക്കവറി സ്റ്റേജിലാണ്. അവരെല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ വേണ്ടി ഞാൻ വിഷ് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊറോണ കാരണം ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ പെട്ടുപോയിട്ടുള്ളവരുണ്ടാവും. അവരൊക്കെ റിക്കവറി ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ഞാൻ യൂട്യൂബിൽ പുതിയ ആളാണ്, എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വീഡിയോസിനൊന്നും അധികം ലൈക്കൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. എംപയർ വില്ല റിസോർട്ട് എല്ലാവർക്കും നല്ലൊരു കാഴ്ചയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ശബ്ദത്തിന് നല്ല അടപ്പുണ്ടല്ലേ, കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. പൊതുവേ എൻ്റെ ശബ്ദം അത്ര മധുരമൊന്നുമല്ല. ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എംപയർ വില്ല റിസോർട്ടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനി ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് മലയിറങ്ങി താഴത്തേക്ക് പോവുകയാണ്. ബൈ.